അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ യുടെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം ഏറ്റമുഖമായിട്ടുള്ള രവിചന്ദ്രൻ്റെ തന്നെ മറ്റൊരു വീഡിയോ ആണ്. ലൈക്ക് എല്ലാവരും സദയം ക്ഷമിക്കുക. കാരണം രവിചന്ദ്രൻ്റെ വീഡിയോ കാണുമ്പോൾ അതിലെ മണ്ടത്തരങ്ങൾ കാണുമ്പം ഞങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ പിന്നെയും വരുന്നത്. ഓക്കെ, ഇന്ന് അദ്ദേഹം പറയുന്നത് ഒരു ഫൈൻ ട്യൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അദ്ദേഹം പറയുകയാണ്. ശരിക്കും നമ്മൾ കൂടുതലൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ആ ചോദ്യവും അദ്ദേഹത്തിൻ്റെ ആൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്നാൽ ആ പറഞ്ഞിരിക്കുന്ന ആൻസറിൻ്റെ പ്രശ്നങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോയിലോട്ടൊന്ന് പോകാം. Is the fine tuning of a gravitational constant and a universal constant a valid argument for existence of God? No. ഫൈൻ ട്യൂണിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ 2-3 മുഴുനീള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നു 2-3 മുഴുവനീള വീഡിയോ, പക്ഷേ ഇതൊരു ആർഗ്യുമെന്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല പുള്ളിക്ക്. അതെ, നമുക്ക് നോക്കാം. ലൈക്ക് മുഴുനീള വീഡിയോ കാണേണ്ടതുണ്ടോ, അതല്ല അത് വേസ്റ്റ് ഓഫ് ടൈം ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ ജീവിതത്തിനും ഇന്നത്തെ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസിനും സഹായകരമായ രീതിയിൽ യൂണിവേഴ്സൽ കോൺസ്റ്റന്റുകളോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ നമ്പേഴ്സോ അല്ലെങ്കിൽ അളവുകളോ നിരക്കുകളോ ഒക്കെ വരാറുണ്ട്. അപ്പം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ തന്നെ ഇവിടെ വളരെ യൂഷ്വൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് NTP, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ എന്നെ കേൾക്കുന്നത്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നൊക്കെ അറിയാം, പ്രഷർ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാം. ഐസ് ഏജസ് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഐസ് ഏജസിൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ അലാസ്കയുടെ കാര്യമൊക്കെ പറയുന്നത്, അലാസ്കയുടെ അപ്പുറവും ഇപ്പുറവും ബെറിംഗ് സ്ട്രേറ്റ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഐസ് മൂടിക്കിടക്കുക. ഇപ്പോഴും ചില വർഷത്തിന്റെ ചില ഭാഗങ്ങളിൽ അതിലൂടെ നടന്നു പോകുന്നവരുണ്ട്, പോയിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കും. ഇപ്പോഴും നടന്നു പോകുന്നവരുണ്ട് ആ ഒരു സ്ട്രേറ്റ് ചില പ്രത്യേക കാലയളവിൽ. സാഹസമാണ്, ഡേഞ്ചറസ് ആണ്. പക്ഷെ പണ്ട് ഈ ഐസ് ഏജിന്റെ കാലഘട്ടത്തിൽ കന്നുകാലികള്, ജീവികള്, മനുഷ്യരെല്ലാം ഈ അലാസ്ക, അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് പോയിട്ടുണ്ട്. അത് അപ്പുറം ഇപ്പുറമുള്ള ജീവജാലങ്ങളും ജന്തുജാലങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അങ്ങനെ ഒരു മൈഗ്രേഷൻ നടന്നിട്ടുണ്ട്. അപ്പം ടെമ്പറേച്ചറിന്റെ വ്യത്യാസമാണ്. അപ്പം ഭൂമിയുടെ ടെമ്പറേച്ചർ ഒരുപാട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സമുദ്രങ്ങൾ അസാധ്യമാകും. സമുദ്രങ്ങൾ മുഴുവൻ ഒരു ഐസ് മൂടിക്കിടക്കുന്ന ഒരു ഭൂപ്രദേശം പോലെയായി ഭൂമി മൊത്തം മാറും. അപ്പം ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെമ്പറേച്ചർ ഇതായിരുന്നില്ല എങ്കിൽ വേറൊരു ജീവി വർഗവും അല്ലെങ്കിൽ വേറൊരു ജൈവ വ്യവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ട് ചോദിക്കുന്നു, ഇങ്ങനെ ആരുണ്ടാക്കി എന്നുള്ള. ഇതൊരു പാറ്റേൺ സീക്കിംഗ് ആണ്. മൊത്തത്തിൽ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ മതാത്മകമായ ഒരു ലോകവീക്ഷണത്തിൽ നിന്ന് വരുന്നതാണ്. എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ്, ആരാണ് അങ്ങനെ ചെയ്തത്, എന്താണ് കൃത്യമായി അത് ചെയ്തത് എന്നൊക്കെ പറയുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു നമ്മളെല്ലാ കാര്യങ്ങളിലും അർത്ഥവും മോട്ടിവേഷനും ഒക്കെ കാണുന്ന ആളുകളാണ്. അപ്പൊ അത് നമ്മൾ ഇനാനിമേറ്റ് ഓബ്ജക്ട്സിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് ശരിക്കും വരുന്നത് പത്തറ്റിക് ഫാലസി, അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്ന 2 ന്യായവൈകല്യങ്ങളിൽ നിന്നാണ്. മറ്റൊന്ന് പാറ്റേൺ സീക്കിംഗ് ആണ്. 3 എടുക്കാം. ഇത് നമ്മൾ ലൈക്ക് ഇതിങ്ങനെ ആയിരുന്നില്ല, മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ലൈഫ് ഫോം വരുമെന്നുള്ളതാണ്. ഇവിടെ തുടക്കത്തിൽ ആള് പറഞ്ഞു തുടങ്ങിയത് ഫൈൻ ട്യൂണിങ് കോൺസ്റ്റന്റുകളെ കുറിച്ചാണ്. പിന്നീട് അത് MTPയിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്, ജമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഫൈൻ ട്യൂണിങ് കോൺസ്റ്റന്റിലേക്ക് തന്നെ വരാം. അപ്പോൾ അത് വെച്ചിട്ടാണല്ലോ തുടങ്ങിയത്. ഫൈൻ ട്യൂണിങ് കോൺസ്റ്റന്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആവുകയാണെങ്കിൽ ലൈഫ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇവിടെ സ്റ്റാർസ് ഉണ്ടാവില്ല, പ്ലാനറ്റ്സ് ഉണ്ടാവില്ല, ഈവൻ ആറ്റംസ് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എല്ലാം കൂടി കൺജസ്റ്റഡ് ആയിട്ട് ഒരു ക്ലസ്റ്റർ പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ലൈഫും പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഈ നമ്മളിപ്പം കാണുന്നത് പോലെയുള്ള ലൈഫല്ല, ഒരു രീതിയിലുള്ള മെക്കാനിസത്തിലൂടെയുള്ള ലൈഫും പോസിബിൾ അല്ല. കാരണം അവിടെ ആറ്റംസ് ഫോം ചെയ്യില്ല, മോളിക്യൂൾസ് ഫോം ചെയ്യില്ല, ഒന്നും ഫോം ചെയ്യില്ല. ഈവൻ പ്രപഞ്ചം പോലും ഉണ്ടാവുക അസാധ്യമാണ്. നത്തിങ്നെസ് തന്നെ ആയിരുന്നേനെ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഒരു കായോസ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, പ്രപഞ്ചം തന്നെ പോസിബിൾ ആവാത്തടത്താണ് അദ്ദേഹം ലൈഫ് പെർമിറ്റിങ്ങിന്റെ കേസിൽ NTS, നോർമൽ NTP എന്നുള്ള കാര്യത്തിനെ പറ്റി പറയുന്നത്. നമ്മളതല്ല ഉദ്ദേശിച്ചിട്ടുള്ള ഫൈൻ ട്യൂണിങ് എന്നുള്ള ആർഗ്യുമെന്റ് കൊണ്ട്. അത് അദ്ദേഹം അതിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അത് തുടക്കത്തിൽ പറയുന്നുണ്ട്. അതിന് മറുപടി പറയാൻ മൂപ്പർക്ക് അറിയാത്തതുകൊണ്ടാവാം ഉണ്ടാക്കിയിട്ട് അതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത്. ഇദ്ദേഹമാണ് 2 മണിക്കൂർ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. ഈ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് ശരിക്കും വരുന്നത് പത്തറ്റിക് ഫാലസി, അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്ന 2 ന്യായവൈകല്യങ്ങളിൽ നിന്നാണ്. മറ്റൊന്ന് പാറ്റേൺ സീക്കിംഗ് ആണ്. 3 എടുക്കാം. ഇത് 2 ന്യായവൈകല്യങ്ങളാണ് അല്ലെ? രവി സാർ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 2 ന്യായവൈകല്യങ്ങളാണ് പത്തറ്റിക് ഫാലസിയും അഫക്റ്റീവ് ഫാലസിയും എന്നുള്ളത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഇത് കണ്ടപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ നിർവാഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പത്തറ്റിക് ഫാലസി ഇദ്ദേഹം ഫാലസികൾക്ക് സെപ്പറേറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. 2-3 മണിക്കൂർ അതിലും ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഫാലസി എന്താണെന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഫൈൻ ട്യൂണിങ് എന്താണെന്നുള്ളതും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ലൈക്ക് പത്തറ്റിക് ഫാലസി ചുമ്മാ ഒന്ന്
ചാറ്റ് GPT ചോദിച്ചാൽ മനസ്സിലാവും. പെത്തറ്റിക് ഫാലസി എന്ന് പറയുന്നത് ഒരു ന്യായവൈകല്യമല്ല, ഒരു ലോജിക്കൽ ഫാലസി അല്ല, അതൊരു റെട്ടറിക്കൽ ഡിവൈസ് ആണ്. അതായത് ഈ പേഴ്സോണിഫിക്കേഷൻ ഒക്കെ പോലെ, അതായത് ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു പോയട്രി എഴുതുന്ന സമയത്ത് ആ പോയട്രി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കുന്ന ഒരു പോയട്രി. ഇത് പേഴ്സോണിഫിക്കേഷൻ പോലെ, പോയട്രിയിൽ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന പെത്തറ്റിക് ഫാലസി. അതിന് ഫാലസി എന്നുള്ളൊരു പേര് കണ്ടപ്പം പാവം സാധു തെറ്റിദ്ധരിച്ചു പോയതാണ്. അത് ഇന്നാനിമേറ്റ് ഒബ്ജക്ട്സിന് നമ്മുടെ ഇമോഷൻസ് ഒക്കെ അട്രിബ്യൂട്ട് ചെയ്ത്, നമ്മൾ ഈ കാർട്ടൂൺസ് ഒക്കെ കാണുന്ന മാതിരി കല്ലിന് ഈ അങ്ങനെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മഴ ശോഭിച്ചു, അല്ലെങ്കിൽ പ്രകൃതി ശോഭിച്ചു, അതല്ലെങ്കിൽ ഭൂമി കരഞ്ഞു, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഉപയോഗിക്കുന്നത്, അത് പോയട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ്, ഒരു സ്റ്റൈലിന്റെ പേരാണ് പെത്തറ്റിക് ഫാലസി എന്ന് പറഞ്ഞാൽ. അതും ലോജിക്കൽ ഫാലസിയും തമ്മിൽ ആലുവ കടുപ്പുറത്ത് കണ്ടുവച്ച പരിചയം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അദ്ദേഹം പറയുന്ന അടുത്ത അഫക്റ്റീവ് ഫാലസി എന്നുള്ളതാണ്. അഫക്റ്റീവ് ഫാലസിയും ഇതേമാതിരി ഒരു ഫാലസി, ന്യായവൈകല്യം എന്നുള്ള ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് ശരിക്കും അത് ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൃതി, എഗെയിൻ ഇതൊക്കെ വരുന്നത് കൃതികളുമായി ബന്ധപ്പെട്ടിട്ടാണ്, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട്, ലോജിക്കായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട. ഒരു ലിറ്ററേച്ചറിൽ ഒരു കൃതി കണ്ടിട്ട് ഒരാൾ ഈ ഇമോഷണലി ആയാൽ അതിനർത്ഥം ആ കൃതി ഒരാൾ ഇമോഷണൽ ആയി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ കൃതി അങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ കൃതി വായിച്ച ഒരാളുടെ ഇമോഷനോ അയാൾ അതിനോടുള്ള റെസ്പോൺസോ വെച്ചിട്ട് ആ കൃതിയെ വിലയിരുത്താൻ പാടില്ല എന്നുള്ളത് ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. ലിറ്ററേച്ചറിലെ ക്രിട്ടിക്സുകൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതും അങ്ങനെ പാടുണ്ട്. അതല്ല, വായിച്ച ആളുകളുടെ ഇമോഷൻസും അവരുടെ റെസ്പോൺസും വെച്ചിട്ട് തന്നെയാണ് കൃതിയെ വിലയിരുത്തേണ്ടതെന്ന് പറയുന്നവരുമുണ്ട്. അതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം വായിച്ച ആളുകൾക്ക് പല സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ലൈക്ക് ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ബബ്ബ മൂവി, മൂവിയെ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത്, ഈ ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ബബ്ബ മൂവി വളരെ നല്ല മൂവിയാണ് എന്ന് പലരും പറയാറുണ്ട്. അത് പറയുന്നതിന് ചിലപ്പം അവര് അതിൽ അഭിനയിച്ച നായകന്റെ ഫാൻ ബോയ് ആയതുകൊണ്ട് പറയുന്നതാവാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു നല്ല മൂവിയാണോ മോശം മൂവിയാണോ എന്ന് പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ വിമർശിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ആ നായകനോടുള്ള വിരോധം കൊണ്ട് വിമർശിക്കുന്നതാവാം. അപ്പം അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു കൃതിയോ അതല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ഒരു സാഹിത്യമോ അത് വായിക്കുന്ന ആളുടെ ഇമോഷൻസോ അയാളുടെ റെസ്പോൺസും വെച്ചിട്ട് ആ കൃതിയെ വിലയിരുത്താൻ പാടില്ല എന്നുള്ളൊരു ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രിട്ടിക് രീതിയാണ്. അങ്ങനെ പാടുണ്ട് എന്ന് പറയുന്നവരുണ്ട്, പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ഇത് ബേസിക്കലി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാലസിയാണ്. ഇതും ഫൈൻ ട്യൂണിങ്ങും തമ്മിൽ ആലുവ കടപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ല എന്നുള്ളതാണ്. ബന്ധമില്ല, ലോജിക്കൽ ഫാലസികളായിട്ടും ബന്ധമില്ല, ഫൈൻ ട്യൂണിങ്ങുമായിട്ടും ബന്ധമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതെ, നമ്മുടെ മനുഷ്യ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന 3 ന്യായവൈകല്യങ്ങൾ. ഒന്ന് പെത്തറ്റിക് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിചാരങ്ങൾ ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ, കുന്നിലും മലയ്ക്കും പ്രപഞ്ചത്തിനും സൂര്യനും ചന്ദ്രനും ഒക്കെ ആരോപിച്ചു കൊടുക്കുക. അപ്പൊ ജ്യോതിഷത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, സൂര്യൻ കോപാകുലനാണ് എന്നൊക്കെയാണ് അതിനകത്ത്, ദേഷ്യമുള്ളവനാണ്. കാരണം സൂര്യന്റെ ചൂട്. അപ്പൊ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂടാവുക എന്ന് പറയില്ലേ. അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യ വിചാരങ്ങൾ ഇങ്ങനെയുള്ള ഗോളങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഒക്കെ കൽപ്പിച്ചു കൊടുക്കലാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനകത്ത് ഒരർത്ഥമില്ല, അങ്ങനെ നമ്മളതിനെ ചെയ്യുന്ന അത്രേ ഉള്ളൂ. പിന്നെ മറ്റൊന്നുള്ളത് അഫക്റ്റീവ് ഫാലസിയാണ്. നമ്മൾ ഇന്റൻഷൻ, എല്ലാത്തിനും ഒരു ഇന്റൻഷൻ ഉണ്ട്. അവൻ അങ്ങനെ അന്ന് വരാതിരുന്നതിന് ഒരു കാരണമുണ്ട്, വന്നതിനൊരു കാരണമുണ്ട് എന്നൊക്കെ പറയുക, കാരണം തേടി പോവുക എന്നുള്ളത്. അത് പലപ്പോഴും ചില കാര്യങ്ങളിൽ സാധുവാണ്, മനുഷ്യന്റെ കാര്യങ്ങളിൽ സാധുവാണ്. പക്ഷെ ഒരിക്കലും അത് ഈ പ്രപഞ്ചം അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഗതികളിലേക്ക് ഈ ഇന്റൻഷൻ ആരോപിക്കുക, ഉദ്ദേശം, ലക്ഷ്യം ആരോപിക്കുക എന്ന് പറയുന്നത് തെറ്റായ ചിന്താരീതിയാണ്. ഈ തെറ്റായ ചിന്താരീതിയാണ് ചില സയന്റിസ്റ്റുകൾ പോലും പലപ്പോഴും വെച്ച് പുലർത്തുന്നത്. അപ്പോൾ പെത്തറ്റിക് ഫാലസി, അഫക്റ്റീവ് ഫാലസി, ഈ 2 ഫാലസികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ എഫക്റ്റീവ് ഫാലസിയുടെ ഡെഫിനിഷനും തെറ്റിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ശരിയാണെന്ന് വിചാരിച്ചോ, അതും ഫൈൻ ട്യൂണിംഗും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പെത്തറ്റിക് ഫാലസി ഒരു ഫാലസിയേ അല്ല. എഫക്റ്റീവ് ഫാലസിയും ഇവിടെ ഈ ഫൈൻ ട്യൂണിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഫാലസിയോ അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ എങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു റൂള് മാത്രമാണ്. എനിവേസ്, ലൈക്ക് അദ്ദേഹം പറഞ്ഞത് ഇന്റൻഷണൽ ഫാലസി വേറെ സംഭവമാണ്. അതും ലിറ്ററേച്ചർ ഉപയോഗിക്കുന്ന ഒരു കൃതിയെ കഥാകൃത്തിന്റെ ഇന്റൻഷൻ വെച്ചിട്ട് വിലയിരുത്തുന്നതിനെ കുറിച്ചാണ്. ലൈക്ക് ഇതൊക്കെ ലിറ്ററേച്ചറാണ്. ലോജിക്കായിട്ട് ഫിലോസഫി ആയിട്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന ആർഗ്യുമെന്റുകളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ലിറ്റററി ഡിവൈസുകളാണ്. ഇപ്പൊ പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള വെറും ഒരു സാഹിത്യം മാത്രമാണ് ഇതിലുള്ളത് എന്നുള്ളതാണ്. ഇനി അദ്ദേഹം പാറ്റേൺ ചെക്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് കേട്ടോക്കാം.
പിന്നെ മൂന്നാമത്താണ് ഞാൻ പറഞ്ഞ പാറ്റേൺ സീക്കിങ്. വളരെ സങ്കീർണമായിട്ടുള്ള നമുക്ക് പിടികിട്ടാത്ത ഡേറ്റകൾ വരുമ്പോൾ അതിനെല്ലാം കൂടെ ഒരു ഫേബ്രിക്കിനകത്ത് കൊണ്ടുവന്ന് അതിനൊരു പാറ്റേൺ കണ്ടെത്തിയിട്ട് അത് പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന ഒരു രീതി കാട്ടുമനുഷ്യൻ തൊട്ട് ഇങ്ങോട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. വി വാണ്ട് ഗ്രൂപ്പ് ചെയ്യുക, ഒരു ഏജൻസിക്ക് ചെയ്യുക, പാറ്റേൺ ബേസിക്കലി നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്. ഒരു പാറ്റേൺ കണ്ടെത്തുക, ഒരു ലോ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് പ്രപഞ്ചം നടക്കുന്നത് എന്നതിന് ഒരു ഏറ്റവും സിംഗിൾ ആയിട്ടുള്ള ലോ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം ഭൂമിയിൽ നമ്മൾ പറയാറുണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് ഈസ് 9.8 പെർ സെക്കൻഡ് എന്നുള്ള ഒരു ലോ ഉണ്ട്. എന്നാൽ നമ്മൾ ചന്ദ്രനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അത് എനിക്ക് തോന്നുന്നു 1.6 അങ്ങനെ സംതിങ് ആണ്. എന്തായാലും ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഈ 2 ലോ ഉണ്ട്. അപ്പം ചന്ദ്രനിൽ ഇങ്ങനെയാണെന്നുള്ളൊരു ലോ ഉണ്ട്, ഭൂമിയിൽ ഇങ്ങനെയാണ് ലോ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ 2ലെയും കൂടി പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിംഗിൾ ലോ, അതായത് F=G(mmr)/r² എന്നൊരു സിംഗിൾ ലോ വെച്ചിട്ട് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ലോ. കാരണം എല്ലാത്തിലും ഒരു പാറ്റേൺ ഉണ്ടാവും. ഇവിടെ സംഭവിക്കുന്നതിനും അവിടെ സംഭവിക്കുന്ന ഒരു പാറ്റേൺ, ആ പാറ്റേണിൽ നിന്നാണ് നമ്മൾ ലോ തന്നെ ഇൻഫർ ചെയ്യാറുള്ളത്. അപ്പോൾ പാറ്റേൺ സീക്കിങ് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി സയൻസ് ആണ് എന്നുകൂടി മനസ്സിലാക്കുക. നമ്മൾ കരുതുന്നു അങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂസ് ഒരു പ്രപഞ്ചത്തിന്റെ ഇപ്പോൾ ഫോഴ്സസ്, ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ എനർജി, സ്ട്രോങ് ന്യൂക്ലിയർ എനർജി, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ, ഇതിനെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ വന്നത്, അല്ലെങ്കിൽ ഒരു വാല്യൂ വന്നത്, ഒരു നിരക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അല്ലാതെ ആകാമായിരുന്നല്ലോ എന്ന് ചോദിക്കാം. അപ്പം തിരിച്ചു ചോദിക്കാം, ഇങ്ങനെ ആയാൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെ ആയാൽ ഉടനെ നമ്മൾ എന്തിനാണ് മനുഷ്യരുടെ ഇന്റൻഷനും ഉദ്ദേശവും ഘടനയൊക്കെ നമ്മൾ അങ്ങോട്ട് ആരോപിക്കുന്നത്? ഇന്റൻഷൻ ഉള്ള ഒരു ബീയിങ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഇങ്ങനെ ആവാനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കും. ഇന്റൻഷൻ ഇല്ലാതെ റാൻഡം ആയിട്ട് വന്നതാണെങ്കിൽ ഇങ്ങനെ ആവാനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കും. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഇങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ ഈ കോൺസ്റ്റന്റ് വാല്യൂ ഇങ്ങനെ ആവാനുള്ള സാധ്യത ഗിവൺ ആരെങ്കിലും ഇന്റൻഷനലി ചെയ്തതാണ് എങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാവുകയും, എന്നാൽ അതേ സമയത്ത് ഇത് റാൻഡമായി സംഭവിക്കാനുള്ള സാധ്യത കുറവാവുകയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് റാൻഡമായി സംഭവിച്ചതല്ല, മറിച്ച് ആരെങ്കിലും ഇന്റൻഷനലി ചെയ്തതാണ് എന്നതിൻ്റെ എവിഡൻസ് ആണ്. അത് എവിഡൻസിന്റെ ബേസിക് ഡെഫിനിഷൻ ആണ്. ഇത് മാത്തമാറ്റിക്കലി തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ്. മൂപ്പർക്ക് മാത്തമാറ്റിക്സിനോട് വലിയ ദേഷ്യമുള്ള ഒരാളാണ് എന്ന് മൂപ്പരുടെ പല വീഡിയോസും ഫിസിക്സിനോടൊക്കെ ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. മൂപ്പർക്ക് ലിറ്ററേച്ചർ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. ഈ പെത്തറ്റിക് ഫാലസി ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, പെത്തറ്റിക് ആണ്. വളരെ പെത്തറ്റിക് ആയ ഒരു വീഡിയോ ആണ് ഇതെന്ന് മാത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോയും അദ്ദേഹത്തിന്റെ ചിന്താഗതികളും ഒക്കെ വളരെ പെത്തറ്റിക് ആണ് എന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തോട് പറയാനുള്ളത്. അതെ, ഇതിനകത്ത് ഷാനു പറഞ്ഞ ഒരു കേസ്, എങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്, അതിനൊരു മെത്തഡോളജിക്ക് ഒരു പേരുണ്ട്, ബയാസിയൻ എപ്പിസ്റ്റമോളജി എന്ന് പറയും. അത് റാഷണൽ ബിലീഫ് അപ്ഡേറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജിയാണ്. സയൻസിലും അത് ഉപയോഗിക്കുന്നുണ്ട്. ആ സെയിം മെത്തഡോളജി വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫറൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നത്, ഒരു ബെസ്റ്റ് എക്സ്പ്ലനേഷൻ വേണ്ടിയാണ്. ഇത് ഈ സയൻസിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഒരു കോടതി കേസിൽ പോയാലൊക്കെ നമ്മൾ ഇതാണ് ചെയ്യാം. അതായത് ഈ വ്യക്തിയാണ് കൊലപാതകം ചെയ്തതെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില എവിഡൻസുകളുണ്ട്, ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടാനുള്ള സാധ്യത, അയാൾ കൊലപാതകം നടന്നാൽ അയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടാനുള്ള സാധ്യത കൂടുകയും, അതിൽ കൊലപാതകം ചെയ്തിട്ടില്ല എങ്കിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടാനുള്ള സാധ്യത കുറവാവുകയും ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് നമുക്ക് അവിടെ അയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടുകയാണെങ്കിൽ അത് കൊലപാതകം നടന്നു എന്നതിന്റെ തെളിവാണ്. ആ ബേസിസിലാണ് എന്താണ് എല്ലാ ഇൻഫ്ലുവൻസുകളും നടക്കുന്നത്, എല്ലാ ഗവേഷണങ്ങളും നടക്കുന്നത്, എല്ലാ റീസണിങ്ങും നടക്കുന്നത് അങ്ങനെയാണ്. ഇതിന്റെ ബേസിക്സ് പോലും അറിയാത്ത ആളുകളാണ് കേരളത്തിലെ യുക്തിവാദികൾ എന്നതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷം. അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്നവർ, അതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. തീർച്ചയായും കീപ് ഇറ്റ് അപ്പ്. അതെ, നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.